നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു എന്താ പറയാ ആഴത്തിലുള്ള ഒരു വിശകലനമാണ് നടത്തുന്നത്. ഡേവിഡ് മെക്കില്യംസിന്റെ പണം മനുഷ്യരാശിയുടെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. പണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കറൻസിയെക്കുറിച്ചൊക്കെയാണോ ഓർക്കുക? പക്ഷെ ഇത് അതിലും വലുതാണ്. നമ്മുടെ ചരിത്രം, സംസ്കാരം, ഇതിനെയൊക്കെ ഇതെങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കാം. നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ പേര് അതൊരു രാജാവിന്റെ ഒന്നുമല്ല, കുശ്യം ഒരു കണക്കെഴുത്തുകാരൻ്റെതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമല്ലോ. പക്ഷേ അതിനും എത്രയോ മുൻപ്, ഏതാണ് AD 33 റോമിനെ ഏതാണ്ട് തകർത്ത് കളഞ്ഞ ഒരു വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? ആ, ശരിയാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം അതാണ്. അതായത് നമ്മൾ തീ അല്ലെങ്കിൽ എഴുത്തൊക്കെ പറയുന്ന പോലെ പണവും മനുഷ്യന്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ്, ഒരു ടെക്നോളജി പോലെ. ഇത് ആളുകൾ തമ്മിൽ വലിയ തോതിൽ ഒരു വിശ്വാസമുണ്ടാക്കാൻ സഹായിച്ചു. യുദ്ധം ചെയ്യുന്നതിന് പകരം കച്ചവടം ചെയ്യാനൊരു സാഹചര്യമൊരുക്കി. പക്ഷേ അതേസമയം മനുഷ്യന്റെ എല്ലാ കുഴഞ്ഞുമറിഞ്ഞ സ്വഭാവങ്ങളില്ലേ, അത്യാഗ്രഹം, പിന്നെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, സംഘർഷം, അതൊക്കെ ഈ പണത്തിന്റെ കാര്യത്തിലും കാണാം. ശരിയും പണ്ടത്തെ മെസോപ്പൊട്ടേമിയയിലെ ബാർലി വെച്ച് കണക്ക് തുടങ്ങിയ കാലം മുതൽ ഇന്നത്തെ ഡിജിറ്റൽ പണം വരെ ആ ഒരു യാത്ര രസകരമാണ്. ഈ വിശ്വാസം എന്ന് പറഞ്ഞല്ലോ, അത് കൊള്ളാം. ഡച്ചുകാർ പെർപ്പച്വൽ ബോണ്ടുകൾ ഉണ്ടാക്കിയ കാര്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരിക്കലും കാലാവധി തീരാത്ത ബോണ്ടുകൾ, എന്നെന്നും പലിശ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ ആ സിസ്റ്റത്തിൽ ആളുകൾക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണല്ലേ അങ്ങനെയൊന്ന് വാങ്ങണമെങ്കിൽ. അതെ അതെ, അത്രയും വിശ്വാസം. പക്ഷേ ആ വിശ്വാസം അത് എത്ര ദുർബലമാണെന്നും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടനെ തകർക്കാനൊരു പ്ലാൻ ഇട്ടിരുന്നു. ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ കള്ളനോട്ടുകൾ അച്ചടിച്ച് വിമാനം വഴി വിതരാൻ. ഓപ്പറേഷൻ ബെർണാഡ് എന്നായിരുന്നു പേര്. പണത്തിലുള്ള വിശ്വാസം തകർത്താൽ മതി, രാജ്യം തകർന്നോളും എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പോ പണം ശരിക്കും ഒരു ആയുധം കൂടിയാണ്. ഓഹോ, അപ്പോ പണ്ടുമുതലേ ഈ വിശ്വാസത്തിന്റെ പ്രശ്നം അത് പ്രധാനമായിരുന്നു. ഗ്രീസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ പുസ്തകത്തില്. അവിടെ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആളുകളുടെ ചിന്താരീതിയിൽ പോലും മാറ്റം വന്നു എന്ന്. മിഥ്യാബോധത്തിൽ നിന്ന് യുക്തിചിന്തയിലേക്ക്, ലോഗോസ്. സെനഫോൺ ഒരു പുല്ലാങ്കുഴലിന്റെ ഉപയോഗമൂല്യവും വിനിമയമൂല്യവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് ഓർമ്മയില്ലേ? പണം വന്നതോടെ ചിന്തകൾ കുറച്ചുകൂടി അബ്സ്ട്രാക്റ്റായി. അതുതന്നെ. അതുപോലെ സാമ്പത്തിക ശക്തി, അത് സാമ്രാജ്യങ്ങളെ എങ്ങനെ വളർത്തിയെന്നും കാണാം. റോമ സാമ്രാജ്യം അത് വെറും പട്ടാളക്കാരെ വെച്ച് മാത്രമല്ല ഉണ്ടാക്കിയത്. ക്രെഡിറ്റ്, അതായത് കടം കൊടുക്കാനുള്ള കഴിവ്, അതുമൊരു വലിയ ഘടകമായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ AD 33 പ്രതിസന്ധി അതൊരു നല്ല ഉദാഹരണമാണ്. അന്ന് റോമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആസ്തികളുടെയൊക്കെ വില കുത്തനെ ഇടിഞ്ഞു. ആളുകൾ പണം കയ്യിൽ വെക്കാൻ തുടങ്ങി, പുറത്തിറക്കുന്നില്ല. ബാങ്കുകൾ പൊളിഞ്ഞു. അവസാനം രക്ഷിക്കാൻ ആരുമില്ലാതായപ്പോൾ ടൈബീരിയസ് ചക്രവർത്തി തന്നെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വലിയൊരു തുക പണയം വെച്ച് ഈ സിസ്റ്റത്തിനെ താങ്ങി നിർത്തേണ്ടി വന്നു. അതായത് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് നമ്മളിപ്പോൾ പറയുന്നില്ലേ, ആ അവസ്ഥ. ശരിയാണ്. ഏകദേശം 2000 കൊല്ലം കഴിഞ്ഞ് 2008 നമ്മൾ കണ്ടതിനോടൊരു ഭയങ്കര സാമ്യമുണ്ടല്ലേ? അതെ, ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഒരു ചാക്രിക സ്വഭാവം അത് അന്നും ഇന്നും ഉണ്ട്. പിന്നെ നവോത്ഥാനകാലം, ഫ്ലോറൻസ്, അവിടെയും പണം ഒരു പ്രധാന റോളിലുണ്ടായിരുന്നില്ലേ? കല മാത്രമല്ലല്ലോ അവിടെ വളർന്നത്. തീർച്ചയായും. ഫ്ലോറൻസിന്റെ ആ ഒരു സുവർണ കാലഘട്ടം, അതിന്റെ അടിത്തറ ഫ്ലോറിൻ എന്ന സ്വർണ്ണ നാണയമായിരുന്നു. നല്ല ഉറപ്പുള്ള പണം. അവിടുത്തെ ഗിൽഡുകൾ, പിന്നെ മെഡിച്ചി കുടുംബം പോലെയുള്ളവരുടെ ബാങ്കിംഗ്, പിന്നെ ഏറ്റവും പ്രധാനം കണക്കെഴുത്തിലെ ആ ഇരട്ടരേഖാ സമ്പ്രദായം, ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ്, വരവും ചെലവും കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതി. അത് വലിയ മാറ്റമായിരുന്നിരിക്കണം. അതെ, ഇതെല്ലാം കൂടി ഫ്ലോറിനെ യൂറോപ്പിലെ ആദ്യത്തെ ഒരു വിശ്വസനീയമായ കരുതൽ നാണയമാക്കി മാറ്റി. പണത്തിന്റെ സ്ഥിരത അത്ര പ്രധാനമായിരുന്നു. ഡാന്റെയുടെ ഇൻഫർണോയിൽ കള്ളനോട്ടടിക്കുന്നവർക്ക് നരകത്തിലൊരു പ്രത്യേക സ്ഥാനം കൊടുത്തത് വെറുതെയല്ല. സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമൊക്കെ മാറി കടലാസിലേക്ക് പണം വന്നതും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ. അതെ അതെ, കടലാസ് പണം ആദ്യവും ചൈനയിലാണ് വന്നതെങ്കിലും യൂറോപ്പിലത് വലിയ തോതിൽ പരീക്ഷിച്ചത് ഫ്രാൻസിലാണ്. ജോൺ ലോ എന്നൊരു സ്കോട്ട്ലൻഡുകാരൻ, അദ്ദേഹത്തിന്റെ മിസിസിപ്പി കമ്പനി പദ്ധതി. തുടക്കത്തിലതൊരു ഭയങ്കര വിജയമായിരുന്നു. പക്ഷെ പിന്നീടതൊരു വൻ തകർച്ചയായി മാറി. ഒരു ഊഹക്കച്ചവട കുമ്മിള പൊട്ടിയ പോലെ.
ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പണം സ്വർണം പോലെയുള്ള ഒരു സാധനവുമായി നേരിട്ട് ബന്ധമില്ലാതാകുമ്പോൾ ഊഹക്കച്ചവടത്തിനും വലിയ കുതിപ്പിനും അതേപോലെ വലിയ വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നതാണ്. 2008 പ്രതിസന്ധിയിലും നമ്മളിത് കണ്ടതാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകം നമ്മളോട് പറയുന്നത് പണമെന്നത് വെറും കറൻസിയല്ല, അത് സാമ്രാജ്യങ്ങളെ ഉണ്ടാക്കി തകർത്തു. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇതിനൊക്കെ പിന്നിൽ പണത്തിന് പങ്കുണ്ടായിരുന്നു. കോണ്ടിനെന്റൽ കറൻസി, അസൈനൻസ് ഒക്കെ പോലെ അച്ചടി പോലുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് പരോക്ഷമായി സഹായിച്ചു. പക്ഷേ കോളനിവൽക്കരണം, കോങ്കോയിലെ റബ്ബർ ചൂഷണം പോലുള്ള കറുത്ത അധ്യായങ്ങളിലും ഇതിന് പങ്കുണ്ട്. ശരിയാണ്, ഈ കഥ തീർന്നിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ചുള്ള ചർച്ചകൾ നോക്കൂ. ഇതൊരു പുതിയ ഘട്ടമാണോ, അതോ ചരിത്രം ആവർത്തിക്കുന്ന, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്ന പോലെ മറ്റൊരു ഊഹക്കച്ചവട തരംഗമാണോ? അടിസ്ഥാനപരമായ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആരാണ് പണം നിയന്ത്രിക്കുന്നത്? സർക്കാരോ അതോ സ്വകാര്യ വ്യക്തികളോ? ഈ സിസ്റ്റത്തിൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ഈ പൊതുപണവും സ്വകാര്യ പണവും തമ്മിലുള്ളൊരു മത്സരം അത് തുടരും. കേൾക്കുന്നവർക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ചാൾസ് ഡാർവിന് പരിണാമ സിദ്ധാന്തമുണ്ടാക്കാൻ ഒരു പ്രചോദനം കിട്ടിയത് തോമസ് മാൽഥസ് എന്നൊരാളുടെ പുസ്തകം വായിച്ചിട്ടാണ് എന്ന് മക്വില്യംസ് പറയുന്നു. മാൽഥസ് എഴുതിയത് ജനസംഖ്യയും ഭക്ഷ്യലഭ്യതയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ഒരു തരം സാമ്പത്തിക സമ്മർദ്ദം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ജീവശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തിയറിയുടെ പിന്നിൽ പോലും പണത്തെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ചിന്തകൾക്ക് ഒരു ചെറിയ പങ്കുണ്ടായിരുന്നു. എന്താ തോന്നുന്നേ? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണ്.